ബിഗ് ബോസിൽ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു. അപ്പോൾ ലാലേട്ടൻ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാ കഴിഞ്ഞ ടാസ്കിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അതിൽ പാവ ടാസ്ക് ആയാലും അതിലൊക്കെ അനുമോളോടൊക്കെ ചോദിച്ചു, ഒരുമാതിരി എന്താണ് അനുമോളുടെ പ്രശ്നം. അപ്പോൾ അനുമോൾ ഇങ്ങനെ ഓരോന്നോടൊക്കെ പറയുന്നു. പിന്നെ മറ്റേ ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ അനുമോൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ ഇമ്മ്യൂൺ ആവാൻ വേണ്ടി മാത്രം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടനും അതിനിപ്പോൾ എന്താ പ്രശ്നം? ലാലേട്ടൻ അതാ മനസ്സിലത് എന്താ ഇതിൽ അനുമോളിന് തോന്നിയൊരു പ്രശ്നം. കാരണം അനുമോളിനത് കിട്ടുക, അനുമോളും ഇമ്മ്യൂണിറ്റി വേണ്ടെന്നൊന്നും വെക്കില്ലല്ലോ അല്ലേ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ. അപ്പോൾ അത് അനുമോൾ എന്താ ഉദ്ദേശിച്ചത്? അനുമോളിനെ ലാലേട്ടനും ചോദിച്ച് അനുമോളും കൺഫ്യൂസായി. എല്ലാവരും ആക്ച്വലി ആർക്കും ഒന്നും മനസ്സിലാവില്ല അനുമോൾ എന്താ ഉദ്ദേശിച്ചത്. അനുമോൾക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ആര്യനെ ഇമ്മ്യൂണിറ്റി കിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ന്യായീകരിച്ചാണ് അനുമോൾ ഓരോന്ന് ഇങ്ങനെ പറയണത്. പിന്നെ ഇന്നലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ കൊടുത്തു, കരച്ചിൽ കാർഡ്, സോപ്പിംഗ് കാർഡ്. അപ്പോൾ നല്ല രസകരമായിട്ട് പോയി ഇന്നലെ. പിന്നെ ഒരു കോടതിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ലക്ഷ്മിനോടൊക്കെ വിചാരണ ചെയ്യാൻ പറഞ്ഞു. അതായത് അക്ബറിൻ്റെ പാവകൾ എങ്ങനെയാണ് എത്ര മോഷണം പോയി, അതിൽ എത്ര എടുത്തു, നെവിൻ എത്ര എടുത്തു എന്നൊക്കെ പറയുമ്പോൾ നെവിൻ നല്ല ആക്ച്വലി നല്ല എൻ്റർടൈനിങ് മൂഡിൽ തന്നെയായിരുന്നു. എല്ലാം സംസാരിച്ചും കാര്യവും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചിരി വരും. നെവിൻ ചെയ്തതെല്ലാം തെറ്റാണെങ്കിൽ പോലും നമുക്കൊരു ചിരി വരും എവിടെയെങ്കിലും ആയിരിക്കും. അതാണ് നെവിൻ്റെ ഒരു നേച്ചർ. അപ്പോൾ ഈ ആഴ്ച ഇനി ഇന്നലത്തെ എപ്പിസോഡിൽ എവിക്ഷനൊന്നും ഉണ്ടായില്ല. നാളെ ഇനി എവിക്ഷൻ ഉണ്ടാവും. ഇനി ഒരാളാണോ രണ്ടാളാണോ പോകണമെന്ന് അറിയില്ല. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാം ലക്ഷ്മി എവിക്റ്റായി എന്ന്. അറിയില്ല, ഒരാൾ എവിക്റ്റ് ആവുകയാണെങ്കിൽ നെവിൻ ഒരു ചാൻസും കൂടി കിട്ടും. കാരണം മോസ്റ്റ്ലി ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് നെവിനും ലക്ഷ്മിയാണ്. അപ്പം ലക്ഷ്മി ഏതായാലും പോകുന്നതാണ് എല്ലാവരും പറയണത്. നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം. ഹോപ്പ്ഫുള്ളി നെവിൻ ഒരു ആഴ്ചയും കൂടി കിട്ടുവാണെങ്കിൽ നല്ല കാര്യം. കാരണം അത്രയും കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. നെവിൻ്റെ ഭാഗത്ത് തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് സമ്മതിക്കും. പക്ഷേ എന്നാലും ഒരു എൻ്റർടൈനറും കൂടിയാണ്, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല.